അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 11ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പേഴ്സൺ അഥവാ ഉത്തമ പുരുഷൻ അതിൻ്റെ സിംഗുലർ ഫോമായ അനയെക്കുറിച്ചായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഇന്ന് നാം ഫസ്റ്റ് പേഴ്സണിൽ തന്നെ ഉത്തമ പുരുഷനിലെ തന്നെ ബഹുവചന രൂപമായ നഹ്നുവിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നാം, ഞങ്ങളുടെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി, അവർ, അസ് എന്നതിനെക്കുറിച്ചൊക്കെ മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കുന്ന പദമാണ്. ഖുർആനിൽ ഇത് 82 സ്ഥലത്ത് 82 സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന്. നഹ്നു എന്ന പദം ഖുർആനിൽ 82 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒരുപാട് ഖുർആൻ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നഹ്നു എന്ന സർവനാമം കഴിഞ്ഞകാല ക്രിയകളോടും നാമത്തോടും അവ്യയത്തോടും ഒക്കെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അവസാനം നാ എന്നാണ് ജോയിനിങ് ഫോം. അത് ചേർന്ന് വരുന്ന രൂപം നാ എന്ന് ചേർത്താൽ മതി എന്നാണ്. ഓരോന്നിൻ്റെ ഉദാഹരണം ഇവിടെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആദ്യം പാസ്റ്റ് ടെൻസായ ഒരു വെർബിനോട് അഥവാ കഴിഞ്ഞകാല ക്രിയനോട് നഹ്നു ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഖലഖ, സൃഷ്ടിച്ചു. നമ്മൾ പണ്ട് പഠിച്ചൊരു പദമാണ് ഖലഖ, സൃഷ്ടിച്ചു. അതൊരു പാസ്റ്റ് ടെൻസാണ്. അതിനോട് നമ്മുടെ നഹ്നു ഫസ്റ്റ് പേഴ്സണായ നഹ്നു വന്ന് ചേരുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഖലഖ പ്ലസ് ന. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ഖലഖ എന്നുള്ള വെർബിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. ഖലഖ്ന, നാം സൃഷ്ടിച്ചു എന്നാണ്. ഖുർആനിൽ 38 സ്ഥലത്ത് ഖലഖ്ന എന്ന പദം വന്നിട്ടുണ്ട്. ഖലഖ്ന 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 55-ാം വചനത്തിൽ കാണാം, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹാ ഖലഖ്നാകും, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും, ആ ഭൂമിയിലേക്ക് തന്നെയാണ് നിങ്ങളെ നാം മടക്കുക. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, മറ്റൊരു പ്രാവശ്യം ആ ഭൂമിയിൽ നിന്ന് നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഖലഖ്ന, നാം സൃഷ്ടിച്ചു. കും എന്നുള്ള വേറെ വേർഡാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ അത് പഠിക്കുന്നതാണ്. ഖലഖ്നാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചു. അപ്പോൾ മിൻഹാ ഖലഖ്നാകും, ഈ ഖലഖ്ന എന്നുള്ളത് ഖലഖ എന്ന വെർബിനോട് ന എന്നുള്ള നമ്മുടെ നഹ്നുവിൻ്റെ ജോയിനിങ് ഫോമായ ന ചേർന്നപ്പോൾ നാം സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥം വന്നിട്ടുണ്ട്. ഇനി ഒരു നാമത്തോട് ചേർന്ന് വരുന്ന രൂപം അത് റബ്ബ് തന്നെയാണ്. റബ്ബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു പദമാണ്. അത് നമ്മൾ അനയോട് നമ്മൾ റബ്ബ് ചേർത്തിട്ടുണ്ട്. അനയോട് ചേർക്കുമ്പോൾ റബ്ബി എന്നായിട്ടുണ്ട്. ഇനി റബ്ബ് പ്ലസ് നഹ്നു എന്ന് ചേർക്കുമ്പോൾ റബ്ബുന, അല്ലെങ്കിൽ ഗ്രാമർ അനുസരിച്ച് റബ്ബന എന്നും പറയും, അല്ലെങ്കിൽ റബ്ബിന എന്നും പറയും. ആ സെൻറ്റൻസിൽ ആ വേർഡ് എവിടെ വരുന്നു എന്നതിനനുസരിച്ച് അങ്ങനെ മാറും. നമുക്ക് പിന്നീട് പഠിക്കാം. അത് ഖുർആനിൽ 98 സ്ഥലങ്ങളിൽ റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവേ എന്നുള്ള ഈ വിളി 98 സ്ഥലങ്ങളിൽ കാണാം. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ഭാഗത്തുള്ള വേർഡ് മീനിങ് നമുക്ക് കിട്ടുകയാണ്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓതുന്ന 18-ാം അധ്യായം അൽ-കഹ്ഫിലെ 14-ാമത്തെ വചനത്തിൽ ആ ഗുഹാവാസികളായ ആളുകൾ, ആ യുവാക്കൾ പറഞ്ഞ വാക്ക് ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ ഉച്ചസ്ഥരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചതെന്താണ്? റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ള റബ്ബാണ്. ലന്നദുവ മിൻ ദൂനി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഈ ഇലാഹല്ലാത്ത, ഈ ആരാധനല്ലാത്ത മറ്റാരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂല എന്നുള്ളതാണ്. അവിടെ റബ്ബ് പ്ലസ് നഹ്നു റബ്ബുന എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പം നാമത്തോട് ചേർന്ന് വരുമ്പോഴും ന എന്ന് തന്നെയാണ്, വെർബിനോട് ചേർന്ന് വരുമ്പോഴും ന എന്ന് തന്നെ അതിൻ്റെ ശേഷം ചേർക്കുകയാണ് ചെയ്യുന്നത്. വെർബിനോട് ചേരുമ്പം ഏത് വെർബിനോടാണോ ചേർക്കുന്നത് അതിൻ്റെ അവസാനാക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. ഇനി നമ്മൾ പഠിച്ച 7 പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിനോട് ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന് മിൻ എന്നാണ്, ഫ്രം, നമ്മൾ പഠിച്ചതാണ്.
മിൻ പ്ലസ് നഹ്നു, മിൻ ഫ്രം, നഹ്നു ഞങ്ങൾ, ഞങ്ങളിൽ നിന്ന്, അത് മിന്ന ഞങ്ങളിൽ നിന്ന് എന്നാണ്. ഈ മിന്ന എന്നുള്ള പദം ഖുർആനിൽ 35 സ്ഥലത്ത് വന്നിട്ടുണ്ട്. മിന്ന എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ വേടല്ല എന്നുള്ളതാണ്. മിൻ എന്നുള്ള പ്രിപ്പോഷനും നഹ്നു എന്നുള്ള പ്രോനൗൺ സർവനാമവും കൂടിച്ചേർന്നിട്ടാണ് മിന്ന എന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. 35 സ്ഥലങ്ങളിൽ മിന്ന എന്ന് കാണാം. 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 11-ാമത്തെ വചനത്തിൽ ജിന്നുകൾ പറയുന്നതായിട്ട് ആ സൂറത്തിൽ പറയുന്നുണ്ട്, വഅന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക്, തീർച്ചയായിട്ടും ഞങ്ങളിൽ സജ്ജനങ്ങളായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അനുധാവനം ചെയ്യുന്ന നല്ലവരായ ജിന്നുകളുമുണ്ട്, വമിന്ന ഞങ്ങളിൽ ഉണ്ട്, ദൂന ദാലിക് അങ്ങനെ അല്ലാത്തവരുണ്ട്. 2 സ്ഥലത്ത് മിന്ന വന്നു. ഇവിടെ ഒരായത്തിൽ 2 സ്ഥലത്ത് തന്നെ മിന്ന വന്നു. ഇങ്ങനെ 35 സ്ഥലത്ത് അത് വന്നിട്ടുണ്ട്. അപ്പം മിന്ന. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇല. ഇല പ്ലസ് നഹ്നു, ഇല പ്ലസ് നഹ്നു ഇലൈന 24 സ്ഥലത്ത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 88-ാം അധ്യായം സൂറത്ത് ഗാശിയയിലെ 25-ാം വചനം, ഇന്ന ഇലൈന ഇയാബഹും, തീർച്ചയായിട്ടും ഇലൈന ഞങ്ങളുടെ അടുത്തേക്കാണ്, നമ്മുടെ അടുത്തേക്കാണ്. അള്ളാഹ് പറയാണ് ഇയാബഹും അവരുടെ മടക്കം. ഭൗതിക ലോകത്ത് വെച്ച് തോന്നിവാസവും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ ഓർക്കണം, അവസാനം നിങ്ങൾ മടങ്ങി വരാനുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. അവനോട് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇലൈന എന്ന് പറയുമ്പം ഒരു വേടല്ല, ഇല എന്നുള്ള പ്രിപ്പോഷനും നഹ്നു എന്നുള്ള സർവനാമവും കൂടിച്ചേർന്നതാണ് ഇലൈന, നമ്മുടെ അടുത്തേക്ക്, ഞങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക്. അള്ളാഹുവിനെ ബഹുമാന സൂചകമായി പറയാണ്, നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. മൂന്നാമത്തത് അല. അല എന്ന് പറഞ്ഞാൽ ഓൺ, മേൽ എന്നാണ്. പ്ലസ് നഹ്നു ഞങ്ങൾ, അലൈന കൂടിച്ചേർന്ന് അലൈന എന്നായി. അത് ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ എന്നൊക്കെ അതിന് അർത്ഥം പറയാം. അലൈന എന്നുള്ളത് 52 സ്ഥലത്ത് 52 അത്രയും സ്ഥലങ്ങളിൽ അലൈന വന്നിട്ടുണ്ട്. വാശിയിലെ തന്നെ നേരത്തെ ഓതിയതിൻ്റെ ബാക്കിയുള്ള ആയത്ത് 26-ാമത്തെ ആയത്ത്, സുമ്മ ഇന്ന അലൈന ഹിസാബഹും, തമാടികളായ അവിശ്വാസികളായ ആളുകൾ നമ്മുടെ അടുത്തേക്കാണ് തിരിച്ചു വരാനുള്ളത്. സുമ്മ പിന്നീട്, ഇന്ന തീർച്ചയായിട്ടും, അലൈന നമ്മുടെ മേലാണ്. അലൈന നമ്മുടെ മേൽ എന്ന് പറയുമ്പം അതിന് വേറൊരർത്ഥം കൂടി വന്നു ചേരും. നമ്മുടെ മേലുള്ള ബാധ്യതയാണ്, നമ്മുടെ മേലുള്ള കടപ്പാടാണ് എന്നുള്ള അർത്ഥത്തിൽ അലൈന ഉപയോഗിക്കും കേട്ടോ. നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഇസാബഹും അവരെ വിചാരണ നടത്തി അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അലൈന, അല പ്ലസ് ന, അല പ്ലസ് ന അലൈന. അങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഭാഷ പഠിച്ച ആളുകളായതുകൊണ്ട് അത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. 5, നാലാമത്തത് ഫി ആണ്. ഫി പ്ലസ് നഹ്നു, ഫി ഇൽ അല്ലെങ്കിൽ ഇൻ എന്നാണ് നമുക്കറിയാം. ഫി പ്ലസ് നഹ്നു എന്ന് പറയുമ്പോൾ ഫീന, ഫീന നമ്മളിൽ അല്ലെങ്കിൽ ഞങ്ങളിൽ. അത് ഖുർആനിൽ 5 സ്ഥലത്താണ് ഉപയോഗിച്ചത്. 26-ാം അധ്യായം സൂറത്ത് ഷുആറയിലെ 18-ാമത്തെ വചനത്തിൽ 2 സ്ഥലത്ത് ഫീന ഉപയോഗിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിറൗൻ പറയാണ്, ഫിറൗൻ്റെ അടുത്ത് വന്ന് തൗഹീദ് പ്രഭാഷണം, തൗഹീദിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഖാല അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ. ഖാല ഫിറൗൻ പറയാണ്, അലം നുറബ്ബിക ഫീനാ വലീദ, നിന്നെ ഒരു കുട്ടിയായി ഞങ്ങൾ വളർത്തിയ ആളല്ലേ. വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, നിൻ്റെ വയസ്സിൽ നിന്ന് കുറേ വർഷങ്ങൾ ഞങ്ങളോട് നീ ചിലവഴിച്ച ആളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ തള്ളിപ്പറയാൻ നീ തയ്യാറാവുന്നത് എന്നാണ് ഫിറൗൻ ചോദിക്കുന്നത്. അപ്പോൾ ഫീന എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ. വലബിസ്ത ഫീന, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിച്ചിട്ടില്ലേ, ഫീന അല്ലേ. 5-ാമത്തത് അൻ എന്നുള്ള, അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട്, സംബന്ധിച്ച്, കുറിച്ച് ഒക്കെയാണ്. നഹ്നു ഞങ്ങൾ, അന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളെക്കുറിച്ച് ഖുർആനിൽ 10 സ്ഥലത്ത് വന്നിട്ടുണ്ട്. 25-ാം അധ്യായം ഫുർഖാനിൽ 65-ാം വചനം, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. ഫുർഖാനിൽ കുറേ പ്രാർത്ഥന ഉണ്ടായിരുന്നു അവസാനത്ത്. ഞങ്ങളുടെ രക്ഷിതാവേ സ്രിഫ് അന്ന, ഞങ്ങളെ തൊട്ട്, ഞങ്ങളിൽ നിന്നും നീ തിരിച്ചു കളയണം അദാബ ജഹന്നം, നരകത്തിലെ ശിക്ഷ.
അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല, ഒരു ഫ്രേസിൽ സെൻറ്റൻസിൽ വരുമ്പോൾ അതിന് സ്വാഭാവികമായ അർത്ഥവ്യതിയാനം വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് വരിക, ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളെ തൊട്ട്. ഇനി ആറാമത്തത് ലീ എന്നാണ്. ലീ ഞാൻ പറഞ്ഞു ലാ എന്നും ലീക്ക് പകരം ലായും ഉപയോഗിക്കും. ഒരേ മീനിങ് തന്നെയാണ്. ഫോർ അല്ലെങ്കിൽ ഖ്, ന്, ഹാവ്, ഹാസ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ലന, ലാ പ്ലസ് ന, ലന, ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. 82 സ്ഥലങ്ങളിൽ, 82 സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് ലന എന്നുള്ളത് 82 സ്ഥലങ്ങളിൽ ഈ ലന എന്ന് വന്നിട്ടുണ്ട് എന്നാണ്. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. 2-ാം അധ്യായം ബഖറയിലെ 286-ാമത്തെ വചനം, അവസാനത്തെ വചനമാണ് ബഖറയിലെ. ആമന റസൂൽ എന്ന് നമ്മൾ പറയുന്നതിലുള്ള പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽന, ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ, മാലാ താഖത ലനാ ബി, ഞങ്ങൾക്ക് വഹിക്കുവാൻ സാധിക്കാത്ത കൽപ്പനകൾ നൽകരുത്. ലന, ഞങ്ങൾക്ക് എന്നർത്ഥം. വഅഫു അന്നാ, ഞങ്ങൾക്കിനി മാപ്പ് നൽകണം. വഗ്ഫിർ ഞങ്ങൾക്കിനി പുറത്തു തരണം. വഗ്ഫിർനി, പുറത്തു തരണം. ലന, ഞങ്ങൾക്ക്. വർഹംനാ, നീ കരുണ ചെയ്യണം. അപ്പോൾ 2 സ്ഥലത്ത് ഇവിടെ വന്നു. ഇനി 7-ാമത്തത് ബി ആണ്. ബി പ്ലസ് നഹ്നു. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ബൈ എന്നൊക്കെയാണ്. ബിന, ഞങ്ങളെ കൊണ്ട്. 3 സ്ഥലത്താണ് ബിന വന്നിട്ടുള്ളത്. 20-ാം അധ്യായം താഹയിൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഹാറൂൻ നബിയെ തുണയായി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്നക കുന്ത ബിനാ ബസീറ, തീർച്ചയായിട്ടും നീ ഞങ്ങളെക്കുറിച്ച് ബസീറ, സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണല്ലോ. അതുകൊണ്ട് എനിക്ക് വിക്കുണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പിന്തുണയായിട്ട് എൻ്റെ സഹോദരൻ ഹാറൂനെ നിശ്ചയിച്ച് തരണം. ഇന്നക കുന്ത ബിന, ഞങ്ങളെ കൊണ്ട്, ഞങ്ങളെക്കുറിച്ച് എന്നൊക്കെ എൻ്റെ ആർക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ നഹ്നു എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, നാമത്തോടും ക്രിയകളോടും അതേമാതിരി പ്രിപ്പോഷൻസിനോട് അത് ചേർന്ന് വരുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. നഹ്നു തന്നെ ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു. ഇത് ചേർന്ന് വന്ന രൂപങ്ങൾ ഓരോന്നും ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു പദം ഖുർആനിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം 429 സ്ഥലങ്ങളിൽ ഈ നായയുടെ ഉപയോഗം നമുക്ക് കാണാം. ഇതിലപ്പുറം ഉണ്ടാവും വേറെ വാക്കുകളുമായി കൂടിച്ചേരുമ്പോൾ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ 429 വേർഡ്സുകൾ ഖുർആനിൽ വന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയും. നഹ്നു എന്നുള്ളത് 82 സ്ഥലങ്ങളിലും, ഖലഖ്ന എന്നുള്ളത് ഖലഖ്ന എന്നുള്ള രൂപം 38 സ്ഥലങ്ങളിലും, റബ്ബുന എന്നുള്ള 98, മിന്ന 35, ഇലൈന 24 സ്ഥലങ്ങളിൽ, അലൈന 52 സ്ഥലങ്ങളിൽ, ഫീന 5 സ്ഥലങ്ങളിൽ, അന്ന 10 സ്ഥലങ്ങളിൽ, ലന 82 സ്ഥലങ്ങളിൽ, ബിന 3 സ്ഥലങ്ങളിൽ. ഇതൊക്കെ എല്ലാം കൂടി 429ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ വന്നിട്ടുള്ള വാക്കുകൾ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തോടു കൂടി ഈ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഖുർആൻ പഠനം വളരെ എളുപ്പമായി തീരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാവരും അത് പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ക്ലാസ് എടുക്കുന്ന ആൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. റബ്ബ് തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.